ഇങ്ങനെ ഒരു പ്രവാചക സ്നേഹം, ഇങ്ങനെ ഒരു നബിദിനാഘോഷം, ഈ അർത്ഥത്തിലുള്ള മുത്തുനബിയോടുള്ള ഒരു ഇഷ്ടം, മഹബത്ത് പ്രകടിപ്പിക്കൽ പ്രിയപ്പെട്ടവരെ പഠിപ്പിച്ചിട്ടുണ്ടോ മുസ്ലിം ഉമ്മത്തെ? നമ്മൾ ആലോചിക്കേണ്ടതല്ലേ? നമ്മളെല്ലാവരും ചെന്ന് നിൽക്കേണ്ട റബ്ബിന്റെ കോടതിയില്ലേ പ്രിയപ്പെട്ടവരെ? നമുക്കെല്ലാവർക്കും ചെന്ന് നിൽക്കാനുള്ള റബ്ബിന്റെ പരലോകമില്ലേ സുഹൃത്തുക്കളെ? അവിടെ ഏതെങ്കിലും വാക്കസർത്ത് കൊണ്ട് രക്ഷപ്പെടാൻ പറ്റുമോ സഹോദരങ്ങളെ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, എല്ലാം പഠിപ്പിച്ചു തന്ന മുത്തുനബി ഒന്നും വിട്ടുകളഞ്ഞിട്ടില്ല. സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന മുഴുവൻ കാര്യങ്ങളും നരകത്തിൽ നിന്ന് അകറ്റുന്ന മുഴുവൻ കാര്യങ്ങളും വഹയ്യ് പ്രകാരം പഠിപ്പിച്ചു തന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സംശയത്തിനിടമില്ലാതെ പ്രഖ്യാപിച്ചു, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ ഫീഹി ഫഹുവ റദ്ദുൻ. ആര് പുതുതായി ഉണ്ടാക്കുന്നുവോ, അതാണ് മൻ അഹ്ദസ ഫീ അംരിനാ, നമ്മുടെ ഈ ദീനിൽ, മുത്തുനബി പഠിപ്പിച്ചു തന്ന ഈ ദീനിൽ, അള്ളാഹുവിന്റെ മതമാകുന്ന അൽ ഇസ്ലാം എന്ന് പറയുന്ന ഈ ദീനിൽ ആരെങ്കിലും പുതുതായി വല്ലതും കൊണ്ടുവന്നാൽ അത് ഇതിൽപ്പെട്ടതല്ല, അത് തള്ളപ്പെടേണ്ടതാണ്. തുടർന്ന് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ തന്നെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മൻ അമില അമലൻ, ഒരാൾ ഒരു പ്രവൃത്തി നടത്തുകയാണ്, ചെയ്യുകയാണ്, ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇത് ദീനാണ് എന്ന നിലക്ക്, ഇത് ദീനിന്റെ ആചാരമാണ് എന്ന നിലക്ക്, ഇത് സുന്നത്താണ് എന്ന നിലക്ക്, പ്രിയപ്പെട്ടവരെ ഇത് നമ്മൾ ചെയ്യേണ്ടതാണ് എന്ന നിലക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത ഒരു കാര്യം ദീനിലേക്ക് ആരെങ്കിലും ഒരു കാര്യം കൊണ്ടുവന്നാൽ, ചെയ്താൽ, അത് നമ്മുടെ കൽപ്പനയില്ലാത്തതാണെങ്കിൽ അത് തീർച്ചയായും ഫഹുവ റദ്ദുൻ, അത് റദ്ദ് ചെയ്യേണ്ടതാണ്, തള്ളിക്കളയേണ്ടതാണ് എന്ന് ആശങ്കക്കിടമില്ലാത്ത വിധം അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ മുമ്പാകെ വ്യക്തമാക്കുകയാണ്. എത്ര ക്ലിയർ ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ടും എന്താണ് വിശ്വാസികൾ എന്നറിയപ്പെടുന്ന മുസ്ലിം ഉമ്മത്തിന് ഇത് മനസ്സിലാകാതെ പോകുന്നത്?